ക്രൈസ്തവർ ബൈബിൾ ചരിത്രങ്ങളിലൂടെ എസ്തേർ കണ്ടിന്യൂ ചെയ്യുന്നു. രാജാവ് രാജ്യസേവകരെ വിളിച്ചിട്ട് ഹാമാനെ യഹൂദനായ മൊർദെഖായിക്ക് ഹാമാൻ ഒരുക്കിയ കഴുമരത്തിൽ അവനെ തൂക്കുക. അവൻ നമ്മുടെ രാജകൊട്ടാരത്തിൽ നിന്നിട്ട് രാജ്ഞിയെ ഉപദ്രവിക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നു, അവനെ ഉടനെ തൂക്കുക. അങ്ങനെ ഹാമാൻ അവസാനിച്ചു. അതിനുശേഷം രാജാവ് ഹാമാനിൽ നിന്നും രാജാവ് കൊടുത്ത മുദ്രമോതിരം വാങ്ങിച്ചു. കൂടാതെ ഹാമാൻ്റെ ഭവനത്തിൻ്റെ കീ രാജ്ഞിയെ ഏൽപ്പിച്ചു, എസ്തേർ രാജ്ഞിയെ ഏൽപ്പിച്ചു. മൊർദെഖായിയെ വിളിക്കുക. മൊർദെഖായി വന്നു. മൊർദെഖായിക്ക് ഹാമാൻ്റെ സ്ഥാനം, ഉന്നതാധികാരം രാജാവ് ആ മുദ്രമോതിരം കൊടുത്തു. എല്ലാ അധികാരവും മൊർദെഖായി ഏൽപ്പിച്ചു. ഹാമാനുണ്ടായ എല്ലാ അധികാരവും എന്നതുപോലെ തന്നെ യഹൂദ ജനതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും നീതിയോടെ, സത്യത്തോടെ, സമാധാനത്തോടെ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ആ ഒരു കൽപ്പന മൊർദെഖായിലൂടെ എല്ലാം സാധിക്കട്ടെ. എസ്തേർ രാജ്ഞി ഹാമാൻ്റെ ആ ഭവനത്തിൻ്റെ താക്കോൽ മൊർദെഖായിയെ ഏൽപ്പിക്കുന്നു, തൻ്റെ വളർത്തുപിതാവായ മൊർദെഖായിയെ. അപ്പോൾ തന്നെ രാജ്ഞി രാജാവിനോട് ഒരു കാര്യം പറഞ്ഞു. ഹാമാൻ ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള പെർഷ്യൻ സാമ്രാജ്യം മുഴുവനും യഹൂദ ജനതയെ എല്ലാവരെയും, കുട്ടികളെയും സ്ത്രീകളെയും എല്ലാവരെയും കൊന്നൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൽപ്പനകൾ പുറപ്പെടുപ്പിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് പിൻവലിക്കുക. രാജാവ് പറഞ്ഞു, മൊർദെഖായിയെ ഞാൻ അതിന് എല്ലാ അധികാരവും നൽകുന്നു. ഞാൻ പറയുന്നത്, ഞാൻ എഴുതുന്നതായിട്ട് കൽപ്പനകൾ എഴുതുക. എല്ലാ പ്രവിശ്യയിലേക്കും ഓരോരുത്തരുടെ ഭാഷകളിലെ ഓരോ ലിപികളിലെ ദൂതന്മാരെ വിളിച്ചിട്ട്, നല്ല വേഗതയേറിയ കുതിരകളെ വിളിച്ചിട്ട് ഏർപ്പാടാക്കി അതിൽ പറഞ്ഞയക്കുക. ഉടനെ ആ മുദ്രമോതിരം അതിൽ സീല് വെച്ച് ഉടനെ അയക്കുക. മൊർദെഖായി പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി യഹൂദ ജനതയെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ച എല്ലാ കൽപ്പനകളും പിൻവലിപ്പിച്ചു. അവിടെ സമാധാനം കണ്ടെത്തി. എന്നിട്ട് രാജാവ് ഒരു കാര്യവും കൂടി പറയുകയുണ്ടായി, അത് നടപ്പിലാക്കുക. യഹൂദ ജനതയെ നശിപ്പിക്കുവാൻ ഒരുങ്ങുന്ന ഒരാളെയും വെച്ചേക്കണ്ട, തീർത്തേക്കൂ. അവിടെ അംഗീകരിക്കുകയാണ്. അതിനുശേഷം യഹൂദ ജനതയോട് സ്നേഹത്തോട് നിൽക്കുന്ന ജനത്തെയും യഹൂദ ജനതയെയും നീതിയോടെയും സമാധാനത്തോടെയും മൊർദെഖായി എല്ലാ കാര്യങ്ങളും, അവർക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും ഒന്നിനും കുറവില്ലാത്ത രീതിയിൽ, ഒരു അക്രമവും അവിടെ അടമാടാത്ത രീതിയിൽ, ആരുടെയും ഗുണ്ടായിസം അവിടെ ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കി പോന്നു. മൊർദെഖായി, യഹൂദനായ മൊർദെഖായി പെർഷ്യൻ സാമ്രാജ്യം, സൂസാൻ നഗരം മുഴുവനും, ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള എല്ലാ പ്രവിശ്യകളും മൊർദെഖായിയുടെ അധീനതയിൽ നീതിയോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു. എസ്തേർ ഇവിടെ അവസാനിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.